ചെക്ക് ബൗൺസ് ആയാൽ എന്ത് ചെയ്യണം? ചെക്ക് ബൗൺസായി. ഇപ്പം നിങ്ങൾക്ക് ഒരാൾ 5 ലക്ഷം രൂപ തരാനുണ്ട്. അത് നിങ്ങൾ അയാൾ നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപയുടെ ചെക്ക് തന്നു. എന്താണ് ചെക്ക് ഒപ്പിട്ട് എമൗണ്ട് എഴുതിയാണ് തന്നതെന്ന് വെച്ചോളൂ. ബ്ലാങ്ക് ചെക്കൊന്നുമല്ല. ബ്ലാങ്ക് ചെക്ക് കൊടുക്കരുത് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ സഹായിക്കുകയാണ്. ഒരു 5 ലക്ഷം രൂപ കൊടുത്തു. അപ്പോൾ അയാൾ 5 ലക്ഷം രൂപ എന്ന് എഴുതി ചെക്ക് ഒപ്പിട്ട് തന്നു. ഇനി ആ ഡേറ്റ് പറഞ്ഞ ഡേറ്റ് ആയപ്പോൾ അയാൾ തരാത്തത് കൊണ്ട് നിങ്ങൾ ബാങ്കിൽ ചെക്ക് പ്രസൻറ്റ് ചെയ്തു. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ ബാങ്കിൽ ചെക്ക് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ ചെക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തപ്പോൾ ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് എന്ന് വരണം കേട്ടോ. അല്ലാതെ വേറൊന്നും വരാൻ പാടില്ല. കാരണമുണ്ട്. ചില ചെക്ക് ഇഷ്യൂ ചെയ്തതിന് ശേഷം ചിലർ ബാങ്കിൽ പരാതി കൊടുക്കുക, എൻ്റെ ചെക്ക് ലീവ് കളഞ്ഞു പോയി എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനാണ്. അപ്പോൾ ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് എന്നായിരിക്കണം ബാങ്ക് എഴുതേണ്ടത്. അല്ലാതെ സ്റ്റോപ്പ് മെമ്മോ എന്നൊക്കെ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കേസ് കോടതിയിൽ ബാധിക്കും. അപ്പോൾ ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് അത് റിട്ടേൺ ആവും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ബാങ്കിൽ ചെക്ക് പ്രസൻറ്റ് ചെയ്ത് അത് ചെക്ക് ബാങ്കിൽ പൈസ ഇല്ല, അതായത് ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ് ചെക്ക് റിട്ടേൺ ആയാൽ ആ റിട്ടേൺ ആവുന്ന സമയത്ത് ബാങ്ക് ഒരു നോട്ടീസ് നിങ്ങൾക്ക് തരും. ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞത് ആ ലെറ്ററും ആ നോട്ടീസും കൂടെ വച്ച് ആ പേപ്പറും കൂടെ ആ റെസീറ്റും കൂടെ വച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചെക്ക് ഇഷ്യൂ ചെയ്ത ആൾക്ക് നിങ്ങൾ ആർക്കാണോ കടം കൊടുത്തിരുന്നത് അയാൾ നിങ്ങൾക്ക് ചെക്ക് തന്നില്ലേ, അയാൾക്ക് വക്കീൽ മുഖാന്തരം ഒരു ലീഗൽ നോട്ടീസ് അയക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? അടുത്ത പോയിന്റ്, നിങ്ങൾ 5 ലക്ഷം രൂപയുടെ ചെക്കല്ലേ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പോൾ 5 ലക്ഷം രൂപ ഇന്നതുപോലെ ഇന്ന ആളിൽ നിന്ന് നിങ്ങൾ വാങ്ങിയിട്ട് കൊടുക്കാത്തത് കൊണ്ട് അദ്ദേഹം ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അത് ബൗൺസായി, അത് നിങ്ങളെ അറിയിക്കണം. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ തീർപ്പാക്കിയില്ലെങ്കിൽ ഞങ്ങൾ കേസുമായി മുന്നോട്ട് പോകുമെന്ന് വക്കീൽ ലീഗൽ നോട്ടീസ് ആർക്ക് കൊടുക്കും? ചെക്ക് ഇഷ്യൂ ചെയ്ത ആൾക്ക് കൊടുക്കും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, എത്ര ലക്ഷം രൂപയുടെ ചെക്ക്? 5 ലക്ഷം രൂപ അല്ലേ? ഇത് നോട്ടീസിൽ 5,25,000 എന്നാണ് വക്കീൽ നോട്ടീസ് മാറിപ്പോയി എഴുതിയതാണ്. അതൊറ്റ കാരണം മതി. അയാൾ ആ നോട്ടീസ് കൊണ്ടുവന്ന് ഞാൻ കൊടുത്തത് 5 ലക്ഷം, ഇതിൽ ഡിസ്ക്രിപ്പൻസി, അത് നിങ്ങളുടെ കേസ് തോറ്റുപോകും എന്നല്ല ഞാൻ പറയുന്നത്. ഇത് നിങ്ങളുടെ കേസിനെ പിന്നോട്ടടിക്കും, വീക്കായി പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വക്കീൽ നോട്ടീസ് അയക്കുന്ന സമയത്ത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങൾ അതിനകത്ത് വയ്ക്കുന്ന എമൗണ്ട് ലീഗൽ നോട്ട്, നിങ്ങൾ ചെക്ക് കൊണ്ട് കൊടുക്കാതെയൊക്കെ വക്കീലിനോട് ചെന്ന് പറയാം. അതാണ് ഈ വക്കീലന്മാർ ചെക്കിൻ്റെ ഒറിജിനൽ ചോദിക്കും, കറക്റ്റായിട്ട് എമൗണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.